പാർട്ടി അനുമതി നൽകിയിട്ടും സജി ചെറിയാൻ അപ്പീലിന് പോകാത്തത് തിരിച്ചടിയാകുമോ എന്നത് ആശങ്ക നിലനിർത്തുകയും ചെയ്യുന്നു. കോടതി പരാമർശം എതിരായാൽ രാജിയല്ലാതെ മറ്റു വഴികൾ സജി ചെറിയാൻ മുന്നിലില്ല. ഇത് ഈ പശ്ചാത്തലം ഈ DGP കേസിന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കൂടിയാണ്. രശ്മി, എത്രത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് ഈ വിഷയം എത്തിച്ചേർന്നിട്ടുണ്ട്? കാരണം ഇത് കോടതിയുടെ മുന്നിലേക്ക് വരുന്നു, അവിടെ നിന്ന് ഒരു കോടതി പരാമർശം എതിരായി ഉണ്ടായാൽ ആദ്യമേ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ പ്രശ്നമുണ്ട്, ഭരണഘടനാ വിരുദ്ധത അതിലുണ്ട് എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഈ വിഷയം വരുമ്പോൾ കോടതി പരാമർശം എതിരാകുമെന്നുള്ള കാര്യം കൂടിയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സജി ചെറിയാൻ അപ്പീലിന് പോകാത്ത സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്? എന്താണ് CPM-ൽ സർക്കാരിൽ സംഭവിക്കുന്നത്? വീണ, വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ തന്നെയാണ് CPM ഉള്ളത്, സർക്കാർ ഉള്ളത്, സജി ചെറിയാൻ ഉള്ളത്. ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം, സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ വാക്കുകൾ. അതിന് പിന്നാലെ സജി ചെറിയാൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരുന്നു. പറഞ്ഞത് ഈ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, താൻ രാജിവെക്കില്ല, മറ്റ് കോടതിയിൽ അപ്പീൽ പോകും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതുവരെയും അപ്പീലിന് പോയിട്ടില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന് CPM-ഉം അനുമതി നൽകിയിരുന്നു, സർക്കാരും അനുമതി നൽകിയിരുന്നു. പ്രശ്നം ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അപ്പീൽ പോവുകയാണെങ്കിലും അത് കനത്ത തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇനി തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടാണ്. ആ തിരിച്ചടി ഭയന്നാണ് അപ്പീലിന് പോകാതിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും സജി ചെറിയാന്റെ രാജി വേണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായി തന്നെ നിലവിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം 2022 ജൂലൈ 3-നാണ് മല്ലപ്പള്ളിയിൽ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ പ്രസംഗിച്ചത്. അതിനുശേഷം സജി ചെറിയാനെ പരമാവധി പൊതിഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും വിമർശനങ്ങൾ ഉയരുകയും CPI വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് CPM-ന്റെ ദേശീയ നേതൃത്വമൊക്കെ ഇടപെട്ട് അത് CPM-ന് നല്ല വലിയ രീതിയിൽ അതൊരു പ്രശ്നമായി മാറുകയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് സജി ചെറിയാൻ രാജിവെക്കുന്നത്. അതിനുശേഷമാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് സജി ചെറിയാനെ വെള്ളപൂശുന്നതായിരുന്നു, സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതും ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കണം, അതും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഉദ്യോഗസ്ഥന്റെ മേൽത്തോട്ടത്തിൽ ഈ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി പറയുന്നത്. അതായത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വീണ്ടും സജി ചെറിയാൻ അധികാരത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിനെ തന്നെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ച ഒരു സാഹചര്യത്തിൽ ആ രാജി വേണം എന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം DGP ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറിയിട്ടുണ്ട്. ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ഉത്തരവിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ DGP നൽകിയ ഉത്തരവിൽ പറഞ്ഞിരുന്നൊരു കാര്യം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനായിരുന്നു. ആദ്യം DGP ക്രൈംബ്രാഞ്ചിന് നൽകിയ കത്തിൽ പറഞ്ഞത് ഒരു പാനൽ എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. പിന്നീട് അത് തിരുത്തിയാണ് ഇന്നലെ ഉത്തരവ് പുറത്തിറക്കിയത്. ഏതായാലും ഇന്ന് ആ ഒരു അന്വേഷണ സംഘത്തെ നമുക്കറിയാൻ കഴിയും. ക്രൈംബ്രാഞ്ച് മേധാവി ഉത്തരവിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എത്രമാത്രം സത്യസന്ധമായി അന്വേഷണം നടക്കും എന്നുള്ളതാണ് ഉയരുന്ന ഒരു സംശയം. ആദ്യ പോലീസ് അന്വേഷണത്തെ പോലെ ഇതും അത്തരത്തിൽ തന്നെ ആകുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും. നേരത്തെ റിപ്പോർട്ട് സജി ചെറിയാനെ പൂർണ്ണമായും വെള്ളപൂശുന്നതാണ്. അതേ രീതിയിൽ തന്നെ ആയിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്നുള്ളത് ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ നിർണായകമാണ്. വീണ, ഓക്കെ, ശരി രശ്മി.